എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 3 കളറിലുള്ള അപ്പവും 2 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ സ്റ്റൂവും തയ്യാറാക്കാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം പ്രമാണിച്ചാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. ഞാൻ ഈ അപ്പത്തിൽ ചേർത്തിരിക്കുന്ന കളറുകൾ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. ഇത് നമ്മുടെ വീട്ടിൽ നിത്യമുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ അപ്പത്തിൻ്റെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് ഞാൻ നേരത്തെ തന്നെ മാവരച്ച് ഇതേപോലെ ഒന്ന് പൊങ്ങാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല പോലെ തന്നെ പൊങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസ് ആയിട്ടുണ്ട് അപ്പത്തിൻ്റെ ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പും പല രീതിയിലുള്ള അപ്പം തയ്യാറാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണാതെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് തേങ്ങ വെള്ളം പുളിപ്പിച്ച ഒരു രീതിയിലാണ്. അപ്പോൾ പല ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു, തേങ്ങ വെള്ളം എന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ചേച്ചി എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കൂടെ കാണാൻ താല്പര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. നമുക്ക് എന്നും തേങ്ങാവെള്ളം ഒരിക്കലും കിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പം നമ്മളിവിടെ നാട്ടിലില്ലാത്ത ആൾക്കാർക്ക് തേങ്ങാവെള്ളം കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടെ ചേച്ചി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി ഉടൻ തന്നെ നമ്മുടെ പല കളറിലുള്ള അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഞാൻ ഇതിലേക്ക് ഉപ്പും പഞ്ചസാരയും എല്ലാം ഇട്ട് കലക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതേപോലെ നല്ല പൊങ്ങി നിൽക്കുന്ന മാവിലാണ് കേട്ടോ നമുക്ക് ഇതേ രീതിയിലുള്ള കളറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പല പല കളറിലുള്ള അപ്പം തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിനി അപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ കളർ തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ ഒരു ക്യാരറ്റ് വെച്ചിട്ടാണ്. നല്ല കളറുള്ള ക്യാരറ്റ് നോക്കി എടുക്കുവാണെങ്കിൽ നല്ല ഓറഞ്ച് കളറ് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇനി ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. രണ്ടാമത്തെ കളറ് നമ്മൾ പച്ചയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാഴയിലയാണ്. വാഴയിലയ്ക്ക് ഒരുപാട് പോഷക ഗുണങ്ങൾ ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്കൊന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് നിന്ന് വേവിച്ചു കൂടെ എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ക്യാരറ്റും വാഴയിലയും ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമുക്ക് വാഴയില ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വാഴയില ഒന്ന് വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 1 മിനിറ്റ് നേരം ഒന്ന് തിളച്ചാൽ മതിയാകും. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം അരച്ചുകൂടെ എടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ക്യാരറ്റാണ് വേവിക്കാൻ വെച്ച് കൊടുക്കുന്നത്. ക്യാരറ്റിന് വാഴയിലേക്കാൾ കുറച്ചുകൂടെ വേവുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരം വേവിച്ചാൽ നമുക്കും ക്യാരറ്റും ഇതേപോലെ തന്നെ അരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ വാഴയില ഒന്ന് ചൂടാറി തണുത്തതിന് ശേഷം അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒന്ന് പിഴിഞ്ഞുകൂടെ ഇതിൻ്റെ ജ്യൂസ് കൂടി എടുക്കണം. അപ്പോൾ പിഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ആവശ്യമില്ല, നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രം മതിയാകും. ക്യാരറ്റും ഞാൻ ചൂടാറിയതിന് ശേഷം അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 3 കളറും ഇവിടെ ഓക്കെ ആണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ മാവ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ ആവശ്യമായ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് പച്ച കളറാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വാഴയില ജ്യൂസ് കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പച്ച കളർ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഓറഞ്ചാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഓറഞ്ചും ഇതേപോലെ തന്നെ കുറച്ച് മാവിലേക്ക് അരച്ച ക്യാരറ്റ് മിശ്രിതം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓറഞ്ച് കളറും ഓക്കെയാണ്. ഇപ്പോൾ 2 കളറും ഓക്കെയാണ്. ഇനി നമുക്കുടൻ തന്നെ അപ്പം തയ്യാറാക്കി തുടങ്ങാം. അപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ തവി മാവും കോരി ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചൂടെ എടുക്കാം. ഓറഞ്ച് കളറാണ് കേട്ടോ ആദ്യം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നല്ല പോലെ ഒന്ന് ഹോൾസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ നമ്മുടെ ഓറഞ്ച് കളറിലുള്ള അപ്പം നല്ല രീതിയിൽ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കുവാണ് കേട്ടോ. ഇനി അടുത്ത അപ്പം വെള്ളയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നേ. വെള്ളപ്പവും ഇതേപോലെ തന്നെ ചൂടായ അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കയ്യിൽ ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ പരത്തി കൊടുക്കുന്നത്. വെളുത്തിട്ടുള്ള അപ്പവും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതും ഒന്ന് മാറ്റി കൊടുക്കുവാണ്. അടുത്തതായിട്ട് ഞാൻ പച്ച കളറിലുള്ള അപ്പമാണ് റെഡിയാക്കുന്നത്. ഞാനിതേപോലെ കയ്യിൽ ഉപയോഗിച്ചാണ് കേട്ടോ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ കൂടുതലായിട്ട് ക്വാണ്ടിറ്റി അപ്പം ഉണ്ടാക്കുമ്പോൾ എനിക്ക് കയ്യിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് എൻ്റെ കൈയുടെ സേഫ്റ്റി കേട്ടോ. ഇപ്പോൾ നമ്മുടെ 3 കളറിലുള്ള അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓരോ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പത്തിൻ്റെ സൈഡ് ഡിഷ് ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ കൂടെ റെഡിയാക്കാം. വെജിറ്റബിൾ സ്റ്റൂ തയ്യാറാക്കി എടുക്കുന്നത് 2 മിനിറ്റിലാണ് കേട്ടോ. അതും നമ്മൾ കുക്കറിലാണ് പാചകം. ഇപ്പോൾ കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് 2 കറിയാമ്പൂ, 3 ഏലക്കായ, 1 കഷ്ണം പട്ട, 1 തക്കോലം, 2 ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തത് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി 1 കപ്പ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം 1 കപ്പ് അളവിൽ ക്യാരറ്റ് കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ സവാളയാണ്. ഇതൊരു 2 സവാള ഉണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. നമുക്ക് അധികം ഒന്ന് വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. 1 കപ്പ് അളവിൽ ബീൻസും കൂടെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെയും നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി കുക്കറൊന്ന് അടച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. 3 വിസിലിന് ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ വെന്തും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ കിഴങ്ങുകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് അളവില് പശുവിൻ പാല് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാല് കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിളച്ചു വരുന്ന ആ ഒരു സമയം മാത്രം മതിയാകും നമ്മുടെ ഈ ഒരു സ്റ്റൂ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നല്ല പോലെ ഒന്ന് തിളച്ചു വരട്ടെ. ഇനി നമ്മുടെ സ്റ്റൂവിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ അളവില് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡിയാണ്. നമുക്കിതിന് ഒരു താളിപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. താളിപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യിലേക്ക് കുറച്ച് കാഷ്യൂസും കൂടെ ഇട്ട് കൊടുത്തിട്ട് കൂടെ തന്നെ കുറച്ച് റേസിൻസും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റൂവിലേക്ക് ചേർക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റൂവിൻ്റെ പരിപാടി. ഇപ്പോൾ നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ കൂട്ടുകാരെ, ഓഗസ്റ്റ് 15-നോടനുബന്ധിച്ച് നമ്മുടെ ദേശീയ പതാകയുടെ നിറങ്ങൾ കോർത്തിണക്കിയ നമ്മുടെ പാലപ്പം വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം എന്നെ അറിയിക്കണം. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ കുഞ്ഞു ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോൾ ഇനിയും ഇതേപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെയും കാണാം.